ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്നുള്ളതും പ്രേക്ഷകർക്ക് കാണാം. അട്ടമലയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളും റിപ്പോർട്ടർ വാർത്താ സംഘം പകർത്തി പ്രേക്ഷകർക്ക് നൽകുകയാണ്. പലയിടത്തും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന മലനിരകളാണ്. കിലോമീറ്ററുകൾ നടന്നാണ് ഈ സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ കഴിയുക. റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം ഇപ്പോൾ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് ദൂരം നടന്നാണ് അട്ടമലയിൽ നിന്നുള്ളവർ പോകുന്നത്. ഇപ്പോൾ ഈ ദുരന്ത മേഖലയിലേക്കുള്ള അത്യാവശ്യ വസ്തുക്കളുമായിട്ടെത്തുന്ന വാഹനങ്ങളുണ്ട് രക്ഷാമേഖലയിൽ. പക്ഷേ മറുഭാഗത്തെ കടന്നു പോകാൻ ഇവർക്ക് കഴിയില്ല. ഒഴുകുന്ന പുഴ മറികടന്ന് പോയാലേ മുണ്ടകൈ ഭാഗത്തേക്ക് പോകാൻ കഴിയൂ. ഇത് പ്രഭവ കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദൂരെ കാണുന്നതാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം. ഇവിടെ നിന്നാണ് സർവ്വനാശത്തിൻ്റെയും തുടക്കം. ആദ്യത്തെ കല്ല് ഉരുണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം അവിടെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം ഇപ്പോൾ പോകുന്ന സ്ഥലം പ്രേക്ഷകർക്ക് കാണുന്നത് അട്ടമലയിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അട്ടമലയിലെ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ തേയിലക്കാടുകൾക്കിടയിലൂടെ ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രഭവ കേന്ദ്രത്തിലേക്കും ഒപ്പം അതിൻ്റെ ആഘാതമുണ്ടാക്കിയ അട്ടമല ഭാഗത്തേക്കുമുള്ള യാത്രയിലാണ് റിപ്പോർട്ടർ വാർത്താ സംഘം. പലയിടങ്ങളിലും റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങൾ, ഏതെങ്കിലും ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ ഇപ്പോൾ ഹാരിസൺസ് മലയാളത്തിൻ്റെ പുറകുവശത്തുള്ള ഭാഗമാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. കുത്തനെയുള്ള മലകൾ, ആ മലകളിലേക്ക് ഇപ്പോൾ വെള്ളം വീഴുന്നത്, മണ്ണിടിഞ്ഞ് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. നമ്മളെ ബാറ്ററി ഇപ്പോൾ തീരുട്ടോ, 121 ഉള്ളൂ. ഒറ്റ ബാറ്ററി ഉള്ളൂ. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. മരണസംഖ്യ 127 ആയി ഉയർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അട്ടമല മാനേജറുടെ ബംഗ്ലാവിന് താഴെ വശത്ത് നിരവധി മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായി രക്ഷാപ്രവർത്തകർ പറയുന്നു. രക്ഷാപ്രവർത്തന ഉപകരണങ്ങളില്ലാതെ ഇവരെ പുറത്തെത്തിക്കാൻ കഴിയില്ല എന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അവിടെയുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാവുന്നതാണ് അല്പസമയത്തിനുള്ളിൽ. ഇപ്പോൾ വയനാട്ടിൽ ഭക്ഷ്യധാന്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്ന മന്ത്രി ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം പലയിടങ്ങളിലും രക്ഷാപ്രവർത്തനം നടക്കുന്നു. ആ ദൃശ്യങ്ങളിലാണ് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രഭവ കേന്ദ്രമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തത്സമയം. ആ ദൃശ്യങ്ങളാണ്. ആ ഒരു ഭാഗം മല അടർന്നു വീഴുന്ന വളർന്നു വന്ന ഭാഗത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം ഈ മല കയറി ഒരു 3 കിലോമീറ്ററെങ്കിലും നമ്മൾ മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ഉരുൾപൊട്ടലിൻ്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ, ആ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ രക്ഷിക്കുന്നത് അത് മാനുവലായി മാത്രമേ നടക്കുകയുള്ളൂ. യന്ത്രങ്ങളോ ഒന്നും ഇവിടെ എത്തിക്കുക സാധ്യമല്ല. മലയുടെ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് 100 കണക്കിന് മനുഷ്യരാണ് അരുൺ. അവിടേക്ക് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അട്ടമലയിൽ ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലയുടെ തൊട്ടു ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ ആളുകൾ, പലരുടെയും വീടുകൾ ഒലിച്ചുപോയി എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. മൃതദേഹം കൊണ്ടുവരുന്നത് ഞാനിങ്ങനെ മുകളിലേക്ക് നടക്കുമ്പോൾ കാണുന്നുണ്ട് അരുൺ. എത്ര പേരാണ് അവിടെ മരിച്ചത് എന്നുള്ളത് വ്യക്തമല്ല. അവിടേക്ക് പോയി നോക്കുക എന്നത് മാത്രമാണ്. വേറെ മാധ്യമങ്ങൾ അവിടേക്ക് പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപകട സാധ്യതയുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് നമ്മൾ പോവുകയാണ്. അപകട സാധ്യതയുള്ള ഇടത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരും നമ്മുടെ സഹോദരരാണ്. അവരിലേക്ക് മാധ്യമ ശ്രദ്ധ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ പേർ രക്ഷാദൗത്യവുമായി അവിടെ എത്തിച്ചേരും. ആർമിയുടെ ഒരു ടീം അവിടേക്ക് 40 അംഗ ടീം പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെ ഭാഗമായ ആളുകൾ കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. പലരും വീടിനുള്ളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കുറേ വീടുകളൊക്കെ ഒലിച്ചുപോയി എന്നാണ് അവിടെ നിന്ന് ഇറങ്ങി വന്ന ഒരു അമ്മ എന്നോട് പറഞ്ഞത്. അവരുടെ മകനെ നഷ്ടപ്പെട്ടു, വീട് ഒലിച്ചുപോയി എന്നാണ്. ബാക്കി പൂരിപ്പിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാൾ കൂടുതൽ അപകടം പിടിച്ച അല്ലെങ്കിൽ അപകടം നടന്ന ഒരു സ്ഥലമായിരിക്കാം ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുൺ, അവിടേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അട്ടമല ഇനിയും ഒരു 2 കിലോമീറ്റർ കൂടി കുന്നുകയറി എത്തുന്ന ഭാഗത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത്. അവിടെ ഒരുപാട് പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്.
ഇതിനകം തന്നെ ഒരു 100 പേരെയെങ്കിലും രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഇനി വീടുകൾക്കുള്ളിലൊക്കെ കിടക്കുകയാണോ ആളുകൾ? അവിടെ ഇനി ഒരുപാട് പേര് കിടക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് അവിടെ പള്ളിയിൽ ഞാനിപ്പോൾ മൃതദേഹവും പരിക്കേറ്റവരെയൊക്കെ കൊണ്ടുവരുന്നത് കണ്ട് എത്ര പേര് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവും? ആളെണ്ണം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ ബോഡി പള്ളിയിൽ ഇമാമിൻ്റെ ബോഡിയാണ്. പിന്നെ അതുപോലെ വേറെ 4 ബോഡിയും കൂടെ കിട്ടിയിട്ടുണ്ട്. 5 ഇപ്പോൾ കിട്ടി. ഇനി ഇപ്പോൾ ഈ പള്ളിക്ക് അതായത് അരുൺ, ഇപ്പോഴത്തെ വിവരമാണ്. ഇപ്പോൾ 5 മൃതദേഹം കണ്ടെടുത്ത ആളാണ് നമുക്കൊപ്പം നിൽക്കുന്നത്. ഈ പള്ളിയിലെ ഇമാമിന്റെ മൃതദേഹവും കിട്ടിയിട്ടുണ്ട്. അട്ടമല ഏറ്റവും മുകൾ ഭാഗത്താണോ ഇത്? അല്ല, ഇവിടെ തൊട്ട് മേലെ പള്ളിയുണ്ട്. ആ പള്ളിക്ക് താഴെ അവിടെ ലയങ്ങളുണ്ടായിരുന്നു. ആ ലയങ്ങൾക്കടിയിൽ ഇനിയുണ്ട് ബോഡി. ലയങ്ങൾക്കടിയിൽ ഇനിയും മൃതദേഹങ്ങൾ കിടക്കുന്നുണ്ട്. നമുക്ക് അവിടെ എത്തിയതിനു ശേഷമുള്ള കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് എത്താം. ലയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളായ ആളുകളാണ്, സാധാരണക്കാരായ മനുഷ്യരാണ്. അവർ എത്ര പേരുണ്ട്, അവരുടെ കൃത്യമായ വിവരങ്ങൾ അതൊന്നും പുറത്തു വരുന്നില്ല എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. 5 മൃതദേഹങ്ങൾ അവിടെ ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. അതെല്ലാം ഓരോ വാഹനങ്ങളിലാക്കി കൊണ്ടുവരുന്നതാണ് നമ്മൾ കണ്ടത്. ആംബുലൻസ് സംവിധാനമൊക്കെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ നടന്നു കയറി അവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ആർമിയുടെ യൂണിറ്റും അവിടേക്ക് കാൽനടയായാണ് പോയത്. പാലം തകർന്നു കിടക്കുകയാണ് അരുൺ. ഓക്കെ സുജയ പാർവതി, നമ്മളിപ്പോൾ കാണുന്നത് അട്ടമലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ്. ഇപ്പോൾ കാണുന്നത് മുണ്ടക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്.